ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, 2025 മൂന്നാം ക്വാർട്ടറിലെ ദൈവത്തിൻ്റെ വചനം നമുക്കൊന്നിച്ച് ചിന്തിപ്പാൻ വലിയവനായ ദൈവം ഒരുക്കി തന്ന സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വചനം ഒന്നിച്ച് പഠിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും സ്നേഹത്തിലും നമുക്ക് നിലനിൽപ്പാനും ദൈവം നമ്മളെ സഹായിച്ചു. ഈ നാലാം ക്വാർട്ടറിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ച വലിയ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തതോടൊപ്പം ഈ പാഠപഠനത്തിൽ സംബന്ധിക്കുന്ന, ഇതിൽ പങ്കാളികളാവുന്ന, യുവജനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തുടർന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും എല്ലാ പ്രിയ മക്കളും സന്തോഷമുള്ളവരായിട്ടും ആരോഗ്യമുള്ളവരായിട്ടും ദൈവസന്നിധിയിൽ കൂടുതൽ പ്രത്യാശയോടും വിശ്വാസത്തോടും നിലനിൽപ്പാൻ വലിയവനായ നമ്മുടെ കർത്താവ് നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രീതമക്കളെയും ഈ നാലാം ക്വാർട്ടറിൻ്റെ ഒന്നാമത്തെ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിക്കുന്നത് കഴിഞ്ഞ ക്വാർട്ടറിൽ പഠിച്ച ഭാഗങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ്. യോശുവയിൽ നിന്നുള്ള വിശ്വാസ പാഠങ്ങൾ. നമ്മൾ കൂടുതലായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള കരുതലിനെക്കുറിച്ച്, അവരെക്കുറിച്ചുള്ള പദ്ധതികളെ സംബന്ധിച്ച്, ദൈവത്തിൻ്റെ വിവിധ വഴികളെ സംബന്ധിച്ച്, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെ കൂടുതൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളിൽ പഠിക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പാഠപഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല സമയത്തിനായി വീണ്ടും കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2025 നാലാം ക്വാർട്ടറിലെ ഒന്നാം പാഠത്തിലേക്ക് കർത്താവിടങ്ങൾക്ക് കടന്നു വരുവാൻ യോശുവയിൽ നിന്നുള്ള വിശ്വാസ പാഠങ്ങൾ അടിതാരങ്ങൾക്ക് ചിന്തിപ്പാനും അടിയങ്ങൾക്ക് പഠിക്കുവാനും അതിൽ നിന്ന് അടിയങ്ങൾക്ക് ലഭിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയമായ ഉപദേശങ്ങളും ദൂതുകളും അടിയങ്ങൾക്ക് ഗ്രഹിപ്പാനും അത് അടിയങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ എത്രമാത്രം മാറ്റവും വിശ്വാസ വർധനവും അടിയങ്ങളത് ജനിപ്പിക്കുവാനും കർത്താവെ അവിടുന്ന് കഴിയുമെന്നടിയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് പൂർണ്ണമായ കർത്താവിടങ്ങൾക്ക് അനുസരിച്ച് ദൈവജനം പഠിച്ച് ദൈവസന്നിധിയിൽ അവിടുത്തെ കൃപയിൽ വളർന്നു വരുവാൻ അടിയങ്ങളോടൊന്ന് സഹായിക്കണം. ഈ പാഠപഠനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ നിന്റെ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കൃപയിൽ സമാധാനത്തിലും കർത്താവ് കാത്തുകൊള്ളുകയും പരിപാലിക്കുകയും ചെയ്യണം. മാനവമത്ത കർത്താവ് നേടുക്കണം. എല്ലാടിങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഒന്നാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് വിജയത്തിനായുള്ള ഔഷധ ചാർത്ത് എന്നാണ്. അത് നമ്മൾ അങ്ങനെ ഒരു തലക്കെട്ട് കേൾക്കുമ്പോൾ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, വിജയത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഏതൊരു കാര്യത്തിൻ്റെയും വിജയത്തിന് ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ആ ഉദ്ദേശിച്ച സമയത്ത് ഒരുപോലെ യോജിച്ച്
പ്രവർത്തിക്കുകയും ഒരുപോലെ ആയിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു കാര്യം അതിൻ്റെ വിജയത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ വിജയത്തിനായുള്ള മറ്റ് ഘടകങ്ങൾ, മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ ചിന്തിക്കുന്നത്. മനപ്പാഠവാക്യം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ്. അത് നമുക്കൊന്ന് വായിക്കാം. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. തീർച്ചയായും നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നാം ശ്രദ്ധ വെക്കുന്ന കാര്യങ്ങൾ നമുക്ക് അത് ലഭ്യമാക്കുവാനും ആ ഒരു കാര്യത്തിൽ നമുക്ക് വിജയം നേടുവാനും ഇവിടെ മനപ്പാഠവാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുക, അതിൽ ഉറപ്പും ധൈര്യമുള്ളവരായിട്ടിരിക്കുക, അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അപ്പൊ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കേണ്ട ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം, അത് എത്രമാത്രം ഓരോ വ്യക്തികളുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ ശ്രമങ്ങൾ, അത് വിജയിക്കുവാനും ആ പരിശ്രമത്തിൽ അവർക്ക് ഫലപ്രാപ്തിയിലെത്തുവാനും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിൽ എത്രമാത്രം പ്രാധാന്യം, പങ്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമാണ് നമ്മൾ മനപ്പാഠവാക്യത്തിൽ കേട്ടത്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നാം ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് ഇരിക്കണം. മാത്രമല്ല അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നമ്മൾ മാറരുത്. അപ്പോൾ നമുക്കൊരു ചട്ടമായും ഒരു ഉപദേശമായും നമുക്കൊരു ചൂണ്ടുപലകയായും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് എന്ന് ഈ ഒരു ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാട് നാം കണ്ടു. ആ പുറപ്പാടിൻ്റെ ചരിത്രം എന്താകുന്നു എന്ന് നാം കഴിഞ്ഞ ക്വാർട്ടറിൽ പഠിച്ചു. അതിൽ ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്ത, ദൗത്യം ഏൽപ്പിച്ചു കൊടുത്ത മോശയും അഹരോനും, അതിനുശേഷം മോശയുടെ ആ സമയം അവസാനിച്ചു. ദൈവം നിശ്ചയിച്ച സമയത്ത് മോശയുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇസ്രായേൽ ജനത്തെ ഇനി വഴി നടത്തേണ്ടതിന് ദൈവം ആവശ്യപ്പെട്ട യോശുവയെ ആ ചുമതല ഏൽപ്പിക്കുമ്പോൾ മോശയുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച, നാം മനസ്സിലാക്കിയ, കണ്ട അനേക സംഭവങ്ങൾ, അനേക തരത്തിലുള്ള അനുഭവങ്ങൾ, അതിൽ നാം മനസ്സിലാക്കുന്ന ചരിത്ര പാഠങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ തന്നെ അതൊരു വലിയ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും അനുഭവത്തിലാണ് ആ ജനം മുൻപോട്ട് യാത്ര ചെയ്തത് എന്ന് നമ്മൾ പഠിച്ചു. ഒരു വലിയ പ്രതീക്ഷ ആ ജനത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ സഫലമാകുന്ന ഒരു അനുഭവത്തിലേക്കാണ്, അല്ലെങ്കിൽ ആ പ്രതീക്ഷയുടെ സാഫല്യത്തിലേക്കാണ് ഇസ്രായേൽ ജനം സഞ്ചരിച്ച് വന്നതെന്നും അതിനിടയിൽ അവർക്ക് നേരിടേണ്ടി വന്ന അനേക പ്രതിസന്ധികളും പ്രയാസങ്ങളും എന്തായിരുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കി, നമ്മളത് പഠിച്ചു. യോശുവയുടെ പുസ്തകം, അല്ലെങ്കിൽ യോശുവയിൽ നിന്ന് നാം പഠിക്കുന്ന വിശ്വാസത്തിന്റെ പാഠങ്ങൾ എന്ന് പറയുന്നത് അത് പ്രതീക്ഷയിൽ അപ്പുറമായിട്ട് അതൊരു സാധ്യതയായിട്ട് മാറുന്നതായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതുവരെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്ര
വാഗ്ദത്ത നാട് സ്വന്തമാക്കുക, ആ വാഗ്ദത്ത നാടിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയായിട്ട് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ നിലനിന്നുവെങ്കിൽ, മോശയിൽ നിന്ന് നേതൃത്വം യോശുവയിലേക്ക് ദൈവം മാറ്റപ്പെടുമ്പോൾ, എങ്കിൽ അത് മാറ്റിക്കൊടുക്കുമ്പോൾ ആ പ്രതീക്ഷ ഒരു സാധ്യതയായിട്ട് മാറുന്നതായിട്ട് നമുക്ക് ഈ പാഠത്തിന്റെ ആമുഖത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ് ചെയ്യുന്നത്. യോശുവയെ ഇസ്രായേൽ ജനത്തിന്റെ നേതൃത്വം ദൈവം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുന്നതായിട്ട് നമ്മിവിടെ കാണുന്നു. എല്ലാ അർത്ഥത്തിലും അതിൻ്റെ എല്ലാ പശ്ചാത്തലങ്ങളും നാം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജനം ഒരു പുതിയ ഒരു ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് അവർ പ്രവേശിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏതൊരു വ്യക്തികളുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും ആ ജീവിതത്തിൻ്റെ പുരോഗതിയിൽ, വളർച്ചയിൽ വിവിധ ഘട്ടങ്ങൾ നമ്മൾ കടന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തേക്ക് നമ്മൾ കടന്നു വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നാം കഴിഞ്ഞ നാളുകളിൽ അനേക കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച് ജീവിച്ച് വന്ന വ്യക്തികളാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് പലതരത്തിലുള്ള പ്രതീക്ഷകൾ ആണ്. ആ പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഫലീകരിക്കാൻ സാധിക്കും എന്ന് നാം ചിന്തിച്ചുകൊണ്ട് ആണ് ജീവിച്ചു വന്നതെങ്കിൽ, ആ പ്രതീക്ഷകളെ സാധ്യതകളാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നാം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, നാം പ്രവർത്തിക്കേണ്ടതായ കാര്യങ്ങൾ അത് അതിൻ്റെ ഒരു വിജയത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുവാൻ നമുക്ക് കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക്, ആ ഒരു വിജയത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ എത്രമാത്രം ദൈവം നമ്മോട് കൂടെ ഉണ്ട്, ആ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നത് എത്രമാത്രം പ്രാധാന്യമാണ്, ആ വചനത്തെ പൂർണ്ണമായിട്ടും അനുസരിക്കുന്നതിലും അത് വിട്ടുമാറാതെ ജീവിക്കുന്നതിലും നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ അധ്യായം തുറക്കുന്നതിന് അതെത്ര നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എന്നും നാം ഈ ഭാഗത്ത് കൂട്ടിച്ചേർത്ത് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ആത്മീയമായ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം തുറക്കുമ്പോൾ, ഒരു പുതിയ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു പുതിയ തീരുമാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും അതിന് പ്രകാരം ദൈവത്തിൻ്റെ വചനം നാം എത്രമാത്രം അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ധൈര്യവും ഉറപ്പും ഉള്ളവരായിട്ട് ദൈവം നടത്തുന്ന വഴികളിൽ ദൈവത്തിൻ്റെ കരം പിടിച്ച് ദൈവം തുറന്നു തരുന്ന വഴികളിലൂടെ മുൻപോട്ട് കടന്നു പോകുവാനും നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനും ആ ലക്ഷ്യത്തിലെത്തി നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നന്ദി അർപ്പിക്കുവാനും ദൈവത്തോട് ആയിരിക്കാനും തീർച്ചയായും ദൈവമക്കളാവുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ പാഠത്തിൻ്റെതായ ഉപദേശങ്ങൾ, പാഠത്തിന് ലഭിക്കുന്ന തിരുവചന സത്യങ്ങൾ നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. നാം അടുത്ത ഭാഗത്ത് കാണുന്നത് ഒരു പുതിയ മോശ എന്നാണ്. ഈ പുതിയ മോശ എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവത്തിൻ്റെ ദാസനായ യോശുവയാണ് പുതിയ മോശ എന്ന് നാം ഇവിടെ കാണുന്നത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുന്നത്, നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മോശയ്ക്ക് ആദ്യം നൽകിയിരുന്ന ജോലി യോശുവ പൂർത്തിയാക്കും, അവൻ ശരിക്കും ഒരു പുതിയ മോശയായിരുന്നു എന്നോട് ചേർത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ്
അവിടെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു വാക്യം ദൈവം യോശുവയോട് സംസാരിക്കുമ്പോൾ നാം അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ ആ സമയത്ത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ജനമായ ഇസ്രയേൽ കനാൻ സ്വന്തമാക്കിയിരുന്നുവോ, അവിടെ പ്രവേശിച്ചിരുന്നുവോ, അവർക്ക് ആ ദേശം സ്വന്തമായി ലഭിച്ചിരുന്നുവോ എന്നത് നമ്മൾ ചിന്തിക്കണം. ഞാൻ മോശെ മുഖാന്തരം നിങ്ങളോട് അരുളി ചെയ്ത കാര്യം നൽകിയിരിക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ അതിന് വലിയൊരു അർത്ഥമുണ്ട്. ദൈവം തൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നൽകിയെന്ന് തന്നെയാണ്. പക്ഷേ അത് തൻ്റെ ജനത്തിന് ലഭിച്ചുവോ, അതവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞുവോ, അതവർക്ക് കൈവശമാക്കാൻ കഴിഞ്ഞുവോ എന്നത് ആ ജനത്തിന് അത് പ്രാപിക്കുവാനോ സ്വീകരിക്കുവാനോ അത് സ്വന്തമാക്കുവാനോ ഉള്ള വിശ്വാസവും പ്രവൃത്തിയും അവരുടെ ജീവിതവും അവരുടെ അനുസരണവും ദൈവത്തോടുള്ള അവരുടെ ബഹുമാനവും യോശുവയോട് അവരെ എങ്ങനെ പ്രവർത്തിക്കുകയും ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ആ ജനത്തിന് ദൈവം വാഗ്ദത്തം നൽകിയ ദേശം കൈവശമാക്കുവാൻ കഴിഞ്ഞുവോ കൈവശമാക്കിയോ എന്ന് നാം മനസ്സിലാക്കുന്നത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം ദൈവം യോശുവയോട് പറയുന്ന പല കാര്യങ്ങളവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോശ എന്ന് പറയുന്ന വലിയൊരു നേതാവ് ദൈവത്താൽ വിളിക്കപ്പെട്ട് ശരിയായ പരിശീലനം നൽകപ്പെട്ട് ഏറ്റവും സൗമ്യതയുള്ള ക്ഷമയുള്ള ഒരു വ്യക്തി എന്ന ഒരു വലിയ ബഹുമതിക്ക് അർഹനായ ആ മോശ ഏറ്റിരുന്ന ആ ദൗത്യം മോശയിൽ നിന്ന് യോശുവയുടെ കയ്യിലേക്ക് മാറ്റപ്പെടുമ്പോൾ ദൈവം യോശുവയെ ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ തന്നെ നിന്നോട് കൂടെയും ഇരിക്കുക, നീ ധൈര്യമുള്ളവനായിരിക്കുക, നീ ഉറപ്പുള്ളവനായിരിക്കുക എന്ന് ആവർത്തിച്ച് യോശുവയോട് പറയുമ്പോൾ മോശ ഏറ്റെടുത്ത് താൻ കൊണ്ടുവന്ന ആ ജനത്തെ താൻ കൊണ്ടുവന്ന് എത്തിച്ച ആ സ്ഥലം മുതൽ മുൻപോട്ടിനി നയിച്ച് ദൈവം മോശയ്ക്ക് പറഞ്ഞ വാഗ്ദത്തപ്രകാരം ഇസ്രായേൽ ജനത്തിൻ്റെ പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി നിവർത്തിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം യോശുവ നിക്ഷിപ്തമാണ് എന്ന് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്രമാത്രം യോശുവയോട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് വീണ്ടും വീണ്ടും യോശുവയെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ മോശയെ സംബന്ധിച്ച് ആ 1-ാം അധ്യായത്തിൽ പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. യോശുവയേക്കാൾ മോശയുടെ പേര് തന്നെയാണ് ആ 1-ാം അധ്യായത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. കാരണം മോശെ അവിടെ യഹോവയുടെ ദാസൻ എന്ന് വിളിക്കുകയും യഹോവയുടെ ദാസന്റെ പദവി അല്ലെങ്കിൽ യഹോവയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന ഒരു സ്ഥാനം, ദൈവവുമായിട്ട് അത്രമാത്രം സഹവസിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നില, ഇതൊക്കെ മോശയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ യോശുവയെ മോശയുടെ ശുശ്രൂഷകൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പം മോശയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ നിന്ന് യഹോവയുടെ ദാസൻ എന്നൊരു പദവിയിലേക്ക് യോശുവയും മോശയ്ക്ക് ദൈവം നൽകിയിരുന്നത് പോലെയുള്ള ആ ഉത്തരവാദിത്വം ചുമതല ഏറ്റെടുത്തുകൊണ്ട് ആ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് താൻ എങ്ങനെ പ്രവർത്തിക്കുകയും ജീവിക്കുകയും തൻ്റെ ഉത്തരവാദിത്വം താൻ നിർവഹിക്കുകയും അതിൻ്റെ സമാപ്തിയിലേക്ക് തനിക്ക് എങ്ങനെ കൊണ്ടുവന്നെത്തിക്കാൻ കഴിയുമെന്നുള്ള തൻ്റെ ദൃഢനിശ്ചയവും വിശ്വാസവും പ്രവൃത്തിയും ദൈവത്തിലുള്ള ആശ്രയവും അനുസരണമൊക്കെ ആണ് ഒരുപക്ഷെ യോശുവയെയും
യഹോവയുടെ ദാസൻ എന്നൊരു പദവിയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ യോശുവയുടെ ചരിത്രം അല്ലെങ്കിൽ ആ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നാം അവിടെ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് മോശയും യോശുവയും തന്നെയാണ്. നാം ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ അവരുടെ ഈ വലിയ പുറപ്പാടിൽ അല്ലെങ്കിൽ ആ യാത്രയിൽ, അവരുടെ മരുഭൂമി ജീവിതത്തിൽ, അല്ലെങ്കിൽ അവരെ വാഗ്ദത്ത കനാലിലേക്ക് നയിക്കുന്ന ഒരു വലിയ ദൗത്യത്തിൽ അനേക സംഭവങ്ങൾ അവിടെ രേഖപ്പെടുത്തുകയും അനേക അനുഭവങ്ങളിലൂടെ ആ ജനം കടന്നു പോവുകയും ചെയ്യുന്നു. എങ്കിലും അനേകർ തങ്ങളുടേതായ വിവിധമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുകയും തങ്ങളുടേതായ കടമകൾ ചെയ്യുകയും ഇസ്രായേൽ ജനങ്ങളിൽ പലരും ഒരു സമൂഹത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുവാനൊക്കെ ബാധ്യസ്ഥരായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ട്. അവിടെ മോശയും അല്ലെങ്കിൽ യോശുവയും മാത്രമല്ല, നമുക്കറിയാം ജനത്തിൻ്റെ നായകന്മാരായിട്ട് പ്രഭുക്കന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളും അവർക്ക് ന്യായപാലനം ചെയ്തു വന്നിരുന്ന അല്ലെങ്കിൽ മനുഷ്യരും അങ്ങനെ വിവിധ ഉത്തരവാദിത്വങ്ങൾ ഭാഗിച്ച് കൊടുത്തുകൊണ്ട് അവരൊക്കെ മോശയുടെ നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട് അതിന് കീഴിൽ പ്രവർത്തിച്ച് വന്നിരുന്ന അനേകരുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അനേകര് ഇസ്രായേൽ ജനത്തിനെ വഴി നടത്തുവാൻ ആ മരുഭൂമി ജീവിതത്തിൽ അവർക്ക് സഹായമായി നിന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മോശയും യോശുവയും ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ ജനത്തെ യഥാർത്ഥമായിട്ട് നയിക്കുന്നത് ആരാകുന്നു എന്നാണ്. പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള മനുഷ്യരെ പല സമയങ്ങളിൽ കുറച്ചു കാലത്തേക്ക് ദൈവം ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് അവർ കടന്നു വരുന്നതും പ്രവർത്തിക്കുന്നതും നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആത്യന്തികമായിട്ട് ദൈവജനത്തെ, ദൈവത്തിൻ്റെ മക്കളെ നയിക്കുന്ന യഥാർത്ഥ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉള്ള ഉത്തരം കർത്താവ് യേശു ക്രിസ്തു എന്നാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട്, അത് ഏറ്റെടുത്തുകൊണ്ട്, അതിനെ പൂർണ്ണമായിട്ടും അനുകരിച്ചുകൊണ്ട്, അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ നേതൃത്വത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും, ഒരു നേതൃത്വത്തിൻ്റെ ഗുണങ്ങൾ, നേതൃത്വത്തിൻ്റെ സ്വഭാവം, നേതൃത്വത്തിൻ്റെ ശൈലി, പ്രവർത്തനങ്ങൾ, ഇതൊക്കെയും അതുപോലെ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് മാനുഷിക നേതൃത്വങ്ങളുടേതായ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വമായിരുന്നു മോശയും ഇപ്പോൾ യോശുവയും ഏറ്റെടുത്ത് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഭാഗത്തിൽ പുതിയ മോശ എന്ന ആ ഒരു തലക്കെട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം നാം ഓരോരുത്തരും, ഇപ്പം യോശുവ എന്ന് പറയാമായിരുന്നു, അതിന് പകരം പറഞ്ഞിരിക്കുന്നത് ഒരു പുതിയ മോശ എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം മോശ ആരായിരുന്നു എന്നും മോശയുടെ ജീവിതം എന്തായിരുന്നുവെന്നും മോശയുടെ വിശ്വാസവും സമർപ്പണവും തൻ്റെ ത്യാഗ മനോഭാവവും ദൈവത്തിലുള്ള ആശ്രയവും തൻ്റെ ജനത്തോടുള്ള തൻ്റെ സ്നേഹവും ആഴമായ കരുതലും എന്തായിരുന്നുവെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് യോശുവയെ ഒരു പുതിയ മോശ എന്ന് പറയുവാൻ കാരണം. അങ്ങനെയാണെങ്കിൽ പ്രിയവചനമേ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പാതയിൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു മോശയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു മോശയുടെ ആ ഭാഗം നാമും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നാം പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിൻ്റെ, ദൈവജനത്തിൻ്റെ, നമ്മുടെ സഹവിശ്വാസികളുടെ, സഹോദരങ്ങളുടേതായ മുൻപോട്ടുള്ള യാത്രയിൽ, ആ വാഗ്ദത്ത കനാനിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ അവരുടെ കൂടെ അവർക്ക് ചേർന്ന് നിന്നുകൊണ്ട്
ഇതുപോലെ പ്രവർത്തിപ്പാനും അവരുടെ കൂടെ സഞ്ചരിക്കുവാനും ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായിട്ടും അനുസരിച്ചുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ള വ്യക്തികളായിട്ട് നമുക്ക് ആയിരിക്കാം എന്ന് ഈ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. നാം അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കടന്നു പോകുക, എടുക്കുക, വിഭജിക്കുക, സേവിക്കുക എന്നാണ്. ഇത് യോശുവയുടെ പുസ്തകത്തിൽ നാം കാണുന്ന ദൈവം യോശുവയിലൂടെ തൻ്റെ ജനത്തിന് കൊടുത്ത, അല്ലെ അവർ ചെയ്യേണ്ടതായ, അല്ലെ അവർ പ്രവർത്തിക്കേണ്ടതായ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. യോശുവയുടെ പുസ്തകം പ്രതിപാദിക്കുന്നതും ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. യോശുവയുടെ ഏറ്റവും വലിയ ദൗത്യവും ഈ 4 കാര്യങ്ങൾ തന്നെയായിരുന്നു. മോശ മുഖാന്തരം യോശുവയോട് സംസാരിച്ച പ്രകാരം ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത കനാനിലേക്ക് വഴി നടത്തി ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം ആ വാഗ്ദത്ത കനാൻ വിഭാഗിച്ച് ദൈവജനത്തിന് കൊടുക്കുക എന്ന ആ ഒരു ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണ് യോശുവയിലൂടെ, അല്ലെങ്കിൽ യോശുവയുടെ പുസ്തകത്തിലൂടെ, അല്ലെങ്കിൽ യോശുവ നൽകുന്ന വിശ്വാസ പാഠങ്ങളിലൂടെ നാം കാണുന്നത് അത് തന്നെയാണ്. ഒന്ന്, ഇനി തരണം ചെയ്യുവാനുള്ള ആ ദൂരം തരണം ചെയ്യുക. അത് എന്തു തന്നെയായിരുന്നാലും, അതിനിടയിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും, അതിനിടയിൽ എന്ത് പ്രയാസങ്ങൾ കടന്നു വന്നാലും, അതിനെതിരെ ഏതൊക്കെ ശക്തികൾ നിലനിന്നാലും തരണം ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. അതിനെയാണ് കടന്നു പോവുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2, ജയിക്കുക. നാം ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുമ്പോൾ നാം ഭാഗ്യമായിട്ടത് ഒരു ജയം നമുക്കുണ്ടാവുന്നുണ്ട്. അത് ഭാഗ്യമെന്ന് ഞാൻ പറയാൻ കാരണം, ആ ഒരു ജയം ഒരു പക്ഷേ തോൽവിയാകാൻ സാധ്യത ഉണ്ടാവും. നാം ഒരു പ്രതിസന്ധി തരണം ചെയ്ത് അടുത്തൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ നമ്മൾ വിജയം പ്രാപിക്കുന്നു. എന്നാൽ ആ വിജയം നമ്മുടേതായിട്ട് നിലനിർത്തണമെങ്കിൽ തീർച്ചയായും നമ്മൾ മറ്റ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുകയും നമ്മളത് അനുവർത്തിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ആ ജയം എന്ന് പറയുന്നത് നമ്മുടേതായിട്ട് നിലനിർത്തുവാൻ നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് അറിവുണ്ടായിരിക്കണം. 2, ആ കാര്യം നാം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ജയം നമ്മുടേതായിട്ട് നമുക്ക് നിലനിർത്തുവാൻ കഴിയൂ. 3, ദൈവം വാഗ്ദത്തം ചെയ്ത ആ ദേശം ജനത്തിന് വിഭാഗിച്ച് കൊടുക്കുക. യഹോവ വളരെ കൃത്യമായിട്ട് മോശയോട് സംസാരിച്ചു അതെങ്ങനെ വിഭാഗിക്കണം എന്ന്. അപ്പം അവിടെ ഒരു തർക്കത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് അവകാശവാദങ്ങളുടെയോ അല്ലെങ്കിൽ സംശയത്തിൻ്റെയോ കാര്യങ്ങളൊന്നുമില്ല. കാരണം യഹോവ മോശയോട് സംസാരിച്ചത് വളരെ കൃത്യമായിട്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും, ഒരു കാര്യത്തിനും വ്യക്തമല്ലാത്തതോ സംശയമുണ്ടാവുന്നതോ അല്ലെങ്കിൽ മറ്റ് അപൂർണമായൊരു കാര്യം ദൈവം സംസാരിച്ചിട്ടില്ല. മോശയോട് മാത്രമല്ല, ദൈവം സംസാരിക്കുന്നത് വ്യക്തമായിട്ടും അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടുമാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ആ കാര്യം ദൈവം മോശയോട് സംസാരിച്ചിട്ടുണ്ട്. 2, ദൈവം തൻ്റെ ജനമായ ഇസ്രയേൽ എന്ത് ചെയ്യണമെന്ന് മോശയോട് പറഞ്ഞിരുന്നോ അത് അനുസരിച്ച് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? സേവനം ചെയ്യുക, സേവിക്കുക. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ മോശയുടെ ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അവിടെ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവം അവർക്ക് നൽകാമെന്ന് പറഞ്ഞ ആ വാഗ്ദത്ത ഭൂമി
അവർക്ക് കൈവശമാക്കുവാൻ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് അവരുടെ ഭൂമിയായിട്ട് തന്നെ നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്വം ഇസ്രായേൽ ജനത്തിന്റെ കൈകളിലായിരുന്നു എന്നാണ്. അതെങ്ങനെ അവർക്ക് നിലനിർത്താൻ കഴിയും? നാം പാഠത്തിൽ മനസ്സിലാക്കുന്നത് മാത്രമല്ല, ദൈവവചനത്തോട് നാം മനസ്സിലാക്കുന്ന കാര്യങ്ങളും യഥാർത്ഥ വിശ്വാസത്തിലൂടെ, പൂർണ്ണമായ അനുസരണത്തിലൂടെ മാത്രമേ ആ ജനത്തിന് ദൈവം അവർക്ക് അവകാശമായി തരും എന്ന് തൻ്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ആ അവകാശം അവർക്ക് അവരുടേതായി നിലനിർത്തുവാൻ കഴിയുമായിരുന്നുള്ളൂ. നാം കണ്ടല്ലോ, ഈ മരുഭൂമി യാത്രയിൽ അവർ നേരിട്ട പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, മറ്റ് ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, നേരിട്ട യുദ്ധങ്ങൾ, അവരെതിരിട്ട ശത്രുക്കൾ, അതുപോലെ ശത്രു രാജാക്കന്മാർ, മറ്റ് അനുഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇവിടെയൊക്കെ പ്രയാസങ്ങളുടെയും വീഴ്ചകളുടെയും പതനത്തിൻ്റെയൊക്കെ അനുഭവത്തിലൂടെ നഷ്ടപ്പെട്ടു പോയവർ, നശിച്ചു പോയവർ, അങ്ങനെ അനേകരെ നമ്മളിവിടെ കാണുന്നുണ്ട്. പക്ഷെ ഒരുപക്ഷെ നമ്മളതൊന്നും പ്രത്യേകമായിട്ട് എടുത്ത് ഓർക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നില്ലായിരിക്കാം. എങ്കിലും ദൈവം വാഗ്ദത്തം ചെയ്ത ആ കനാൻ സ്വന്തമാക്കുവാൻ ദൈവം ആഗ്രഹിച്ച ജനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായിട്ട് അനുസരിക്കുകയും ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുള്ള ഒരു തലമുറയെ, ഒരു ജനസമൂഹത്തെയാണ് ദൈവം അതിനായിട്ട് ഒരുക്കിയത്. മരുഭൂമി യാത്രയിൽ ജനിച്ച ആ ഒരു തലമുറ, ആ ഒരു ജനം യോശുവയോട് പറഞ്ഞ പ്രകാരം തീക്കല്ലുകൊണ്ട് കത്തി ഉണ്ടാക്കി അവരെ പരിച്ഛേദന കടിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി ഉടമ്പടി ചെയ്ത് മാറ്റുന്ന ഒരു വലിയ ജോലി യോശുവയ്ക്കുണ്ടായിരുന്നു. പാപത്തിലും അകൃത്യത്തിലും ജീവിച്ച് വന്ന ജനത്തിൻ്റെ ശേഷിച്ചിരുന്ന ജനങ്ങൾ മരുഭൂമിയിൽ അവസാനിക്കുന്നവരെയും ആ മരുഭൂമിയിൽ അവരെ താമസിപ്പിക്കുവാനും മരുഭൂമിയിൽ തന്നെ നിലനിർത്തുവാനും ദൈവം തീരുമാനിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാഗ്ദത്ത കനാൻ സ്വന്തമായി കൈവശമാക്കി നിലനിർത്തുവാൻ അവർ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ആയിരുന്നാലാണ് ഇതവർക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവർക്ക് എടുക്കുവാൻ കഴിയുമായിരുന്നത്? അത് പൂർണ്ണമായ അനുസരണത്തിലൂടെയും ഉറച്ച വിശ്വാസത്തിലൂടെയും മാത്രമേ അതിന് കഴിയുമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ കഴിയൂ എന്ന് നമ്മളുടെ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയും 12-ാമത്തെ വാക്യത്തിലും തരണം ചെയ്യുക അല്ലെങ്കിൽ കടന്നു പോകുന്ന അനുഭവത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതുപോലെ യോശുവ 5:13, 12-24 അധ്യായങ്ങളിലൊക്കെ അതിനെ നേടുക അല്ലെങ്കിൽ എടുക്കുക. 13-ാം അധ്യായം 1 മുതൽ 21 വരെ, അതുപോലെ 45 വാക്യമൊക്കെ അത് വിഭാഗിച്ചു കൊടുക്കുന്ന അനുഭവത്തെക്കുറിച്ച് പറയുന്നു. അതുപോലെ അത് സ്വന്തമാക്കുക, അനുഭവിക്കുക, സേവിക്കുക. അത് 22-ന്റെ 1 മുതൽ 24 വരെയും പിന്നെ 33 വാക്യങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം മുൻകൈ എടുത്ത് തൻ്റെ ജനത്തിന് വാഗ്ദത്തം നൽകിയ ദേശം അവർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ കൊടുക്കും എന്ന് പറയുമ്പോൾ അതിന് വലിയ ഒരു അർത്ഥവ്യാപ്തിയുണ്ട്. കാരണം ദൈവം നൽകുന്നു എന്ന് പറയുമ്പോൾ അത് ലഭിക്കേണ്ടവർക്ക് ലഭിച്ചു എന്ന് അർത്ഥമാക്കുന്നില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം അവർക്ക് അത് കൊടുക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായും ദൈവത്തിൻ്റെ നിശ്ചയവും
ദൈവം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും അതിനെ പ്രാപിക്കുക, അത് സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ അനുസരണവും വിശ്വാസവും അത് ഏറ്റവും അത്യന്താപേക്ഷിതമായ രണ്ട് കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ സംരംഭങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് യാന്ത്രികമായിട്ടോ സാന്ദർഭികമായിട്ടോ അല്ല. അങ്ങനെ ഒരു കാര്യങ്ങൾ പോലും സംഭവിക്കുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതിക്കൊരു തുടക്കമുണ്ട്, ആ പദ്ധതിക്കൊരു അവസാനമുണ്ട്. ദൈവം എങ്ങനെ അത് ചിന്തിക്കുന്നുവോ, ദൈവം എങ്ങനെ അത് പ്ലാൻ ചെയ്തിരിക്കുന്നുവോ, അത് അതുപോലെ തന്നെ അത് പൂർത്തീകരിക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതങ്ങനെ തന്നെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. മനുഷ്യൻ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യൻ ആഗ്രഹിക്കുന്ന തരത്തിലായിരിക്കില്ല പലപ്പോഴും അതിൻ്റെ ഒരു സമാപ്തി ഉണ്ടാവുന്നത്. അവസാനത്തേക്ക് വരുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾ ആഗ്രഹിച്ച രീതിയിലോ ചിന്തിച്ച രീതിയിലോ അല്ലെ നാം ഭാവന ചെയ്ത തരത്തിലോ ആയിരിക്കില്ല അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് വരുന്നത്. ആ സന്ദർഭത്തിൽ അത് ചെയ്യേണ്ടി വരുന്നു, അംഗീകരിക്കേണ്ടി വരുന്നു, അത് സ്വീകരിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അത് അതിനോട് യോജിക്കേണ്ടി വരുന്നു ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ പലപ്പോഴും മനുഷ്യൻ്റെതായ പ്രവർത്തനങ്ങളിലും മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിലും ഒക്കെ സംഭവിക്കുന്നുവെങ്കിലും നാം മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതികളും ദൈവത്തിൻ്റെ ഒരു സംരംഭവും അതിൻ്റെ സമാപ്തി എന്ന് പറയുന്നത്, അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് യാന്ത്രികമായിട്ടോ അല്ലെങ്കിൽ സന്ദർഭവശാലോ അല്ല. ആ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ ഹിതപ്രകാരം തന്നെയാവുന്നു എന്ന് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഇഷ്ടം, ഹിതം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ നാം എങ്ങനെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടും അനുസരണത്തോടും നിൽക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന അനേക വചനങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അതിലൊന്നാണ് വെളിപ്പാട് 14:12 ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവുമുള്ള വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും ഉള്ള ദൈവമക്കളുടെ സഹിഷ്ണുത, വിശുദ്ധന്മാരുടെ സഹിഷ്ണുത, അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഓരോ ദൈവമക്കളെയും ഒരുക്കുന്നതും പ്രാപ്തമാക്കുന്നതും. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിലനിർത്തുവാൻ കഴിയുന്നുവെങ്കിൽ നാം എത്ര പ്രയാസമെന്നോ പ്രതികൂലമെന്നോ അസാധ്യമെന്നോ കരുതുന്ന മാനുഷിക ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെയും നമുക്ക് സാധ്യമാക്കി തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും എന്ന് നാം വിശ്വസിക്കുകയും അതിന് പ്രകാരം നമ്മൾ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസത്തോടും അനുസരണത്തോടും ജീവിക്കുകയും ചെയ്യേണ്ടവരാകുന്നു എന്ന് നാം ഈ പാഠത്തിലൂടെ ഒന്നുകൂടി ഓർക്കുന്നത് ഏറ്റവും അനുകൂലപ്രദമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. തീർച്ചയായും യോശുവ ജനത്തോട് ചേർന്ന് ദൈവം അരുളി ചെയ്ത പ്രകാരം ജനത്തെ ശേഷമുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള അവരെ നടത്തി നാട്ടിലേക്ക് കൊണ്ടുവന്ന് ദൈവം പറഞ്ഞ പ്രകാരം തൻ്റെ ദൗത്യം അവിടെ ചെയ്ത് ദൈവം ആഗ്രഹിച്ച പ്രകാരം ആ വാഗ്ദേശം തൻ്റെ ജനത്തിന് നൽകുന്ന ഒരു പൂർത്തീകരണത്തിൻ്റെതായ മഹത്വകരമായ ഒരു അനുഭവത്തിലേക്ക് സാക്ഷ്യം വഹിക്കുവാനും അത് നിർവഹിപ്പാനും യോശുവയ്ക്ക് ഇടയായി തീർന്നു എന്ന് പറയുമ്പോൾ ആ യോശുവ എന്ന് പറയുന്ന ആ വ്യക്തി ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ആരായിരുന്നു എന്നും നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്.
നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വാഗ്ദാനങ്ങളുടെ അവകാശികൾ എന്നാണ്. ആരാണ് വാഗ്ദാനങ്ങളുടെ അവകാശികൾ? ആരാണ് വാഗ്ദാനത്തിൻ്റെ ഉറവിടം? ആ വാഗ്ദാനം പാലിക്കുവാൻ, ആ വാഗ്ദാനം നിലനിർത്തുവാൻ, ആ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ തീർച്ചയായും നമ്മുടെ കർത്താവിന് എപ്പോഴും സ്നേഹവും ക്ഷമയും അനുകമ്പയും ഉണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നു. വാസ്തവം പറഞ്ഞാൽ ദൈവം തൻ്റെ ജനത്തിന് നൽകുവാൻ ആഗ്രഹിച്ചിരുന്ന, നൽകാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ദേശമല്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളല്ല, എല്ലാം ദൈവത്തിൻ്റെ അധീനതയിലുള്ളതാണ്. ദൈവമാണ് അതിൻ്റെ സകലത്തിൻ്റെയും ഉടമസ്ഥൻ. അപ്പം നാം ഇന്ന് ഈ ഭൗമിക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ, നമുക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ അതിൻ്റെ ഉറവിടങ്ങളോ അതിൻ്റെ മാർഗങ്ങളോ അല്ലെ അതിൻ്റെ പശ്ചാത്തലമൊക്കെ വ്യത്യസ്തമാണെങ്കിൽ പോലും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് സകല കാര്യങ്ങളും. ഈ ഭൂമിയിലെ വസ്തുക്കളും അല്ലെങ്കിൽ ഭൂമിയിലെ സമ്പത്തും ഈ ഭൂമിയിൽ നാം കാണുന്ന സകല കാര്യങ്ങളും സമയവും ഇതൊക്കെ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അല്ലെ അതിൻ്റെയൊക്കെ ഉടമസ്ഥൻ ദൈവമാണ്. അപ്പം അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിനും ദൈവം നൽകിയ ഒരു ദാനമായിരുന്നു ആ വാഗ്ദത്ത കനാൻ എന്ന് പറയുന്ന ആ ഭൂമി. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഇപ്പം ദൈവം കൊടുക്കുക എന്ന് പറയുമ്പോൾ, അല്ല ഞാൻ നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ യാഥാർത്ഥ്യത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരുപക്ഷെ അങ്ങൊരു കാര്യം ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ടാവുകയില്ല. എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ ജയിച്ചിരിക്കുന്നു, നിങ്ങളത് കീഴടക്കിയിരിക്കുന്നു എന്ന് ദൈവം സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ പറയുന്ന സന്ദർഭത്തിൽ, ഈ പറയുന്ന സമയത്ത് ഈ കാര്യം പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യമല്ല. പക്ഷെ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നുവെന്നും അല്ലെ സംഭവിച്ചുവെന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവർക്ക് ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്ത കനാൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന് കൊടുത്തു കഴിഞ്ഞു, അല്ലെ അവർക്ക് അത് നൽകിക്കഴിഞ്ഞു എന്നും ഒരു അർത്ഥം അതിന് ഉണ്ട്. അത് നൽകിക്കഴിഞ്ഞു എന്നൊരു പൂർണ്ണരൂപം അല്ലെങ്കിൽ ഒരു പൂർണ്ണതയിലേക്കും കൂടെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. തിരുവചനം വിളിച്ചത് തന്നെ പ്രാവചനിക പൂർണ്ണത എന്ന് പറഞ്ഞാൽ ദൈവം അരുളി ചെയ്യുമ്പോൾ തന്നെ അതിനൊരു പൂർണ്ണത അവിടെ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ പൂർണ്ണത സംഭവിച്ചു എന്നാണ്. കാരണം ദൈവത്തിൻ്റെ അധരമാണ് അരുളി ചെയ്യുന്നത്, അതവർക്ക് നൽകിയിരിക്കുന്നു, അല്ലെ അവരിത് ജയിച്ചിരിക്കുന്നു, അല്ലെ അവരിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു അല്ലെങ്കിൽ തൻ്റെ പ്രവചനത്തിൽ അത് പൂർണ്ണതയുടെ ഒരു അനുഭവത്തിലാണ്, അല്ലെങ്കിൽ ഒരു പൂർണ്ണതയിലേക്ക് അത് വന്നിരിക്കുന്നു എന്ന അത് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ദൈവം കണ്ടുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം പറയുന്ന വാക്കുകൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നാം പൂർണ്ണ ഉറപ്പോടെ നമ്മളത് സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായിട്ട് പരിണമിക്കും. അത് മാത്രമല്ല, യോശുവയുടെ പുസ്തകത്തിൽ ചില പദങ്ങൾ ആവർത്തിച്ച് അവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നീ, നിന്റെ, അതുപോലെ എല്ലാം, ഓരോന്നും എന്ന് നമ്മൾ ആ ആദ്യ ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ ചില പദങ്ങൾ ആവർത്തിച്ച് അവിടെ ഉപയോഗിക്കുന്നതായിട്ട്, രേഖപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
ഇവിടെ നീ, നിന്റെ എന്ന് അവിടെ ഉപയോഗിക്കുന്ന ആ പദങ്ങളുടെ അർത്ഥം അതൊരു വ്യക്തിയെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്നതല്ല. കാരണം അതൊരു ബഹുവചന അർത്ഥത്തിലാണ് ഈ സർവനാമമായിട്ട് ഉപയോഗിക്കുന്ന ഈ പദത്തെ അവിടെ, അല്ലെങ്കിൽ ഈ വാക്കുകൾ ഇവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ഇത് പറയുമ്പോൾ ഒരു വ്യക്തിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടോ ഒരു വ്യക്തിയോട് മാത്രമായിട്ട് സംസാരിക്കുന്നതല്ല എന്നെ അർത്ഥം. അപ്പം അവിടെ യോശുവ മാത്രമല്ല, യോശുവയും ഇസ്രായേലിലെ സകല ജനങ്ങളും, മുഴുവൻ ജനങ്ങളും, പിന്നെ യഹോവയായ ദൈവവും. അപ്പോൾ ദൈവം സംസാരിക്കുന്നത് ഇപ്പോൾ നീ, നിന്റെ എന്നിവിടെ പറയുമ്പോൾ ഒരു വ്യക്തിയോടല്ല, മറിച്ച് തൻ്റെ ജനമായ ഇസ്രായേലിനോടും ആ ഇസ്രായേലിനെ നേതൃത്വം നൽകുന്ന യോശുവയോടും കൂടെയാണ് ഇത് പറയുന്നത്. അപ്പോൾ അവിടെ ദൈവവും യോശുവയും ദൈവത്തെ ജനമായ ഇസ്രായേൽ മുഴുവനും ആ ഒരു പദപ്രയോഗത്തിൽ, അല്ലെങ്കിൽ ആ ഒരു വാക്കിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇതുപോലെ ഇപ്പം എല്ലാം ഓരോന്നും എന്ന് പറയുമ്പോഴും അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, ഇപ്പോൾ ദൈവത്തിൻ്റെ വ്യാപകമായ, അല്ലെങ്കിൽ എല്ലായിടത്തുമുള്ള ആ സാന്നിധ്യം, അത് എത്രമാത്രം ഈ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചും ഈ മോശയെ സംബന്ധിച്ചും ഇപ്പോൾ യോശുവയെ സംബന്ധിച്ചും അത് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനും അവരെ ധൈര്യപ്പെടുത്തുന്നതിലും അവരെ ബലപ്പെടുത്തുന്നതിലും ഉറപ്പിക്കുന്നതിലും അത്രമാത്രം നിർണായകമായ ഒരു പങ്കുണ്ട് എന്ന് ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമുക്കറിയാം, മോശ ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയപ്പോൾ പലപ്പോഴും മോശയോട് കലഹിക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു, മത്സരിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പെറുപിറുക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വീഴ്ചകൾ, ദോഷങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ മോശയോട് പറഞ്ഞ പോലെ തന്നെ യോശുവയോടും അവർ പറഞ്ഞു, നീ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം. ദൈവം മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരുന്നാൽ മതി. അപ്പം ആ ജനത്തിന് അറിയാം മോശയോട് കൂടെ ദൈവം എങ്ങനെ ആയിരുന്നു എന്ന്. അപ്പം അങ്ങനെ ആ ദൈവം നിന്നോടും കൂടെ ഇരുന്നാൽ മതി, ഞങ്ങൾ നീ പറയുന്നത് മുഴുവനും അനുസരിച്ചു കൊള്ളാം എന്നൊരു വാക്തത്വം ആ ജനം യോശുവയോട് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ യോശുവയും ഈ ഇസ്രായേൽ ജനവും ഒരു പൂർണ്ണ ഐക്യത്തിലും, അല്ലെങ്കിൽ ഒരു പൂർണ്ണ സ്നേഹത്തിലും വിശ്വാസത്തിലും യോജിപ്പുള്ളവരായിട്ട് മുൻപോട്ട് അവർ പോകണം. അവരങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം ഈ ഒരു കാര്യം ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചോ യോശുവയെ സംബന്ധിച്ചോ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ, ലക്ഷ്യത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു വാക്തത്വം പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ വാക്തത്വം നൽകിയിരിക്കുന്ന ഏത് അനുഗ്രഹവും പ്രാപിക്കുവാൻ എത്രമാത്രം ഒരു യോജിപ്പും അനുസരണവും ഐക്യവും ദൈവമക്കളാവുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പാലിക്കുന്നു, നമ്മൾ ശ്രദ്ധയുള്ളവരാണ്, എത്രമാത്രം നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്, എത്രമാത്രം നമുക്ക് ആ ഒരു കാര്യത്തിൽ നമുക്ക് നമ്മുടേതായൊരു തിരിച്ചറിവുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ ഒരു വിശ്വാസ ഭവനമായിക്കൊള്ളട്ടെ, ഒരു സഭയായിക്കൊള്ളട്ടെ, അല്ല നമ്മുടെ ഒരു സമൂഹമായിക്കൊള്ളട്ടെ, അല്ല നമ്മുടെ നേതൃത്വങ്ങൾ ആയിക്കൊള്ളട്ടെ, ഈ ഒരു കാര്യത്തിൽ ഒരു പൂർണ്ണ യോജിപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു ഐക്യം, ഒരു സ്നേഹം, ഒരുമ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിലനിർത്തുവാൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതും ഏറ്റവും നല്ലതാണ്. കാരണം ദൈവം പലപ്പോഴും മോശയോടും അതുപോലെ യോശുവയോടും ദൈവജനത്തോടും പറയുന്നുണ്ട്,
ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അല്ലെ? എന്തുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പലപ്പോഴും ദൈവം സംസാരിക്കുന്നത്? കാരണം മനുഷ്യരെ സംബന്ധിച്ച് അവർ പാപികളാണ്, പാപത്തിൽ ജീവിക്കുന്നവരാണ്. പിന്നെ പലപ്പോഴും വീഴ്ചകളും കുറവുകളും ഒക്കെ അവരുടെ ജീവിതത്തിൽ വരും, അല്ലെങ്കിൽ വരാം. അതുകൊണ്ട് അവരെ ബലപ്പെടുത്തേണ്ടതും ശക്തീകരിക്കേണ്ടതും അവരെ ഓർമ്മപ്പെടുത്തേണ്ടതുമായ കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായും വാഗ്ദാനങ്ങളുടെ അവകാശികളെന്ന നിലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പ്രാപിക്കുവാനും അത് നമുക്ക് കരസ്ഥമാക്കുവാനും കഴിയണമെങ്കിൽ ആ വാഗ്ദത്തം നമുക്ക് പ്രാപിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം എത്രമാത്രം നമ്മൾ അതിന് സജ്ജരാണ്, എത്രമാത്രം നമ്മൾ അതിന് ഒരുക്കമുള്ളവരാണ്, എത്രമാത്രം നമ്മൾ അതിനു വേണ്ടി നമ്മളെ വേർതിരിച്ചിട്ടുണ്ട്, എത്രമാത്രം ആ ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും പരസ്പര യോജിപ്പിലും സഹകരണത്തിലും നമ്മൾ ജീവിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവജനമെന്ന നിലയിൽ നാം കലഹിക്കുന്നവരും നാം പരസ്പരം ഭിന്നതയുള്ളവരും പരസ്പരം നമ്മൾ യോജിക്കാൻ കഴിയാത്തവരും പരസ്പരം നമ്മൾ അപവാദം പറയുന്നവരും ഒക്കെ ആണെങ്കിൽ എവിടെയാണ് ദൈവത്തിന് തൻ്റെ വാഗ്ദത്തം നമ്മൾ നിറവേറ്റുവാൻ കഴിയുന്നത്? അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന് തൻ്റെ വാഗ്ദാനങ്ങൾ താൻ ആഗ്രഹിക്കുന്ന പ്രകാരം തൻ്റെ അവകാശികൾക്ക്, തൻ്റെ അവകാശമായ ജനത്തിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അത് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അത് നമുക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം ഇതിൻ പ്രകാരം തന്നെ യോജിപ്പിലും സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വാസത്തിലും അനുസരണത്തിലും നമ്മൾ ഒന്നായിരിക്കണം എന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. കാരണം ഈ പാഠം പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ മാന്ത്രികമായിട്ട് ഒന്നുമില്ല എന്നാണ്. കാരണം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കുകയും പാലിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ദൈവം നൽകും എന്ന് പറഞ്ഞ വാഗ്ദത്തം തീർച്ചയായിട്ടും അവർക്ക് ലഭിച്ചിരിക്കും. അതിൽ മാന്ത്രികത ഒന്നുമില്ല, അതിൽ മറ്റ് കാര്യങ്ങളൊന്നും ചേർക്കപ്പെടുന്നില്ല, അതിലൊന്നും ഒഴിവാക്കപ്പെടുന്നില്ല. പക്ഷേ അത് പലപ്പോഴും നമുക്ക് ലഭ്യമാക്കുവാൻ കഴിയാതെ അല്ലെങ്കിൽ ലഭിക്കാൻ കഴിയാതെ പോകുന്നു എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, അല്ലെ നമ്മുടെ പ്രാർത്ഥനകൾക്കോ നമ്മുടെ യാചനകൾക്കോ നാം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള മറുപടി നമുക്ക് ലഭിക്കുന്നില്ല, ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയുന്നില്ലെങ്കിൽ, നാം തീർച്ചയായിട്ടും നേരത്തെ വായിച്ചതുപോലെ നാം സഹിഷ്ണുതയോടെ ക്ഷമയോടെ കൂടുതൽ അനുസരണത്തിലും കൂടുതൽ വിശ്വാസത്തിലും ദിവസത്തിൽ തുറന്നും നിലനിന്നുകൊണ്ട് കർത്താവ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ആ വാഗ്ദത്തം അല്ലെങ്കിൽ ആ അനുഗ്രഹം ലഭിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഏറ്റവും അനുയോജ്യമായ പാത്രങ്ങളാക്കി മാറ്റി രൂപാന്തരപ്പെടുത്തി നിലനിർത്തേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്കിവിടെ ചിന്തിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. അതാണ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുന്നത്. നാം ബുധനാഴ്ചയിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശക്തരാകുക എന്നാണ്. ഈ ശക്തരാകുക എന്ന് ഇവിടെ നമ്മൾ കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഭൗതികമായിട്ടോ ശാരീരികമായിട്ടോ അംഗബലത്തിലോ സൈനിക ശക്തിയിലോ ശക്തരാകുക എന്നല്ല. കാരണം എത്രയോ ശക്തിമാന്മാരായിരുന്ന ശക്തിയുള്ള ജനസമൂഹത്തെ, രാജാക്കന്മാരെ, സൈന്യത്തെ ദൈവത്തിന് മുമ്പാകുന്ന മാറ്റിക്കളഞ്ഞു. അപ്പം അതൊന്നും ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു അനുഗ്രഹം പ്രാപിക്കുവാനോ ഒരു ജയം നേടുന്നതിനോ നമ്മളെ സഹായിക്കുകയില്ല. ഇപ്പോൾ യോശുവയുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു ദൗത്യം,
മോശയെ പോലെ തന്നെ വെല്ലുവിളികൾ നിറഞ്ഞു തന്നെയായിരുന്നു, പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞതായിരുന്നു. അവിടെയും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ കനാൻ ദേശം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത്, അത് കൈവശമാക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. പക്ഷേ നാം വിശ്വാസത്തോടെ നിലനിന്നുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നാം ചെയ്യേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കത് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചിന്തിച്ചത് അതിൽ മാന്ത്രികതയൊന്നുമില്ല. കാരണം ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു പരിശീലനവുമില്ലാതെ, ഒരു ഒരുക്കങ്ങളുമില്ലാതെ, ഒരു തയ്യാറെടുപ്പുമില്ലാതെ പെട്ടെന്ന് കിട്ടിയ സാധനങ്ങൾ, സ്വരൂപിച്ച സാധനങ്ങൾ, ചോദിച്ചു വാങ്ങിയ സാധനങ്ങളും കൊണ്ട് കുഴച്ച മാവ് തൊട്ടിയിൽ എടുത്ത് ഇറങ്ങി പുറപ്പെട്ട ജനമാണ്. ആ ജനത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും? നമ്മളുടെ ആയുധപാണികളെ കുറിച്ചൊക്കെ നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കരുത് വലിയ ആയുധങ്ങളും അതുപോലുള്ള യുദ്ധസാമഗ്രികളും ഒക്കെ ആയിട്ട് ഇസ്രായേൽ ജനം ഇറങ്ങി പുറപ്പെട്ടു എന്ന്. ഇവിടെ പറയുന്നത് ഈ കനാന്യ നഗരങ്ങളുടെ മതിലുകൾ, യെരിഹോ മതിലിനെ കുറിച്ച് നമ്മൾ കണ്ടു. അപ്പം ഇങ്ങനെയുള്ള വളരെ ശക്തമായ കെട്ടുറപ്പുള്ള പട്ടണങ്ങളെ ജയിച്ച് അല്ലെങ്കിൽ പരാജയപ്പെടുത്തി അതിനെ കീഴ്പ്പെടുത്തി കടന്നു പോവുക എന്ന് പറയുന്നത് ഇതുപോലൊരു ജനത്തെ സംബന്ധിച്ച് എത്രമാത്രം വെല്ലുവിളി അല്ലെങ്കിൽ എത്രമാത്രം വലിയ പ്രതിസന്ധി ആയിരുന്നു, പ്രശ്നമായിരുന്നു എന്ന് ഈ ജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴേ ഒരുപക്ഷെ നമുക്കത് പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാൻ കഴിയും. നമുക്കറിയാം, മിസ്രൈമില് ശക്തരായ രാജാക്കന്മാർക്ക് പോലും ഈ കനാനിൽ സ്ഥിരമായി അല്ലെങ്കിൽ അവർക്ക് ഭരണം നടത്തുവാൻ അല്ലെങ്കിൽ നിലനിൽക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുമ്പോൾ, ആ സ്ഥാനത്ത് ഈ ഒന്നുമില്ലാത്ത ഇസ്രായേൽ ജനം ഈ പറയുന്ന വലിയ ശക്തരായ രാജാക്കന്മാരെയും സൈന്യങ്ങളെയും കോട്ടക്കൊത്തളങ്ങളെയും മതിലുകളെയും അതുപോലെ കടലിനെയും ഒക്കെ എങ്ങനെ ഭേദിച്ചുകൊണ്ട്, എങ്ങനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയും എന്ന് ചിന്തിക്കുമ്പോൾ, ശക്തരാകുക എന്ന് പറയുന്നത് പുതിയ യുദ്ധതന്ത്രങ്ങൾ മെനയുകയോ പരിശീലനം കൊടുക്കുകയോ അവരെ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ അവരെ പരിശീലനം കൊടുത്തുകൊണ്ട്, അവരെ ബലപ്പെടുത്തിക്കൊണ്ട്, അവർക്ക് ആവശ്യമായ അഭ്യാസമുറകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനുമല്ല. അവിടെ നാം മനസ്സിലാക്കുന്നത്, ശക്തരാകുക എന്ന് പറയുന്നത് ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചവരോട് പറയാൻ ആഗ്രഹിച്ചിരുന്നതായ, മോശ രചിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നൽകിയിരിക്കുന്നതായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നിയമങ്ങൾ, ന്യായപ്രമാണങ്ങൾ, അത് പൂർണ്ണമായിട്ടും അനുസരിച്ചുകൊണ്ട്, അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ദൈവവാഗ്ദത്തങ്ങളിൽ വിശ്വാസമുള്ളവരായിട്ട് ധൈര്യപ്പെടുവാനും ബലപ്പെടുവാനുമാണ് ഈ ശക്തരാകുക എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. നമ്മളൊരു പക്ഷേ ചിന്തിച്ചേക്കാം, ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കിങ്ങനെയുള്ള ശക്തി ആവശ്യമുണ്ടോ? ഇങ്ങനെ നമ്മൾ ശക്തരാകേണ്ടതുണ്ടോ? നാം എങ്ങനെയാണ് ശക്തരാകേണ്ടത്? ഇല്ല, അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. കാരണം ഇത്തരത്തിലത്തെ അനുഭവങ്ങളൊന്നും നമ്മൾ കടന്നു പോകുന്നില്ല. നമുക്കൊരു ശത്രു സൈന്യത്തെ തോൽപ്പിക്കാനില്ല, ഒരു രാജാവിനെയും കീഴ്പ്പെടുത്തേണ്ടതില്ല, ഒരു പട്ടണത്തെ നമുക്ക് പിടിച്ചടക്കാനില്ല, ഒരു മതിലിനെയും നമുക്ക് തകർക്കാനില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ശക്തരാകുന്നത്? അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അല്ലെങ്കിൽ ശക്തി പ്രാപിക്കേണ്ടത്? അല്ലെ അതിൻ്റെ ആവശ്യം എന്താണെന്ന് ഒരുപക്ഷെ നമ്മളിന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, നമ്മളവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ മനസ്സിലാക്കുന്ന
ഒരു കാര്യം എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വാസ്തവം പറഞ്ഞാൽ പോരാട്ടമുള്ളത്, നമുക്ക് യുദ്ധമുള്ളത്, നാം കീഴ്പ്പെടുത്തേണ്ടത്, നാം പരാജയപ്പെടുത്തേണ്ടത് ഈ യുഗത്തിലെ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മാ സേനയോടും നമുക്ക് യുദ്ധം ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. അത് ഈ ലോകത്തിലെ ജനത്തേക്കാൾ, ഈ ലോകത്തിലെ മതികളിലേക്കാൾ, ഈ ലോകത്തിലെ രാജാക്കന്മാർക്കാൾ എത്ര ശക്തരാണ് എന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഈ സേനകളോട് യുദ്ധം ചെയ്യേണ്ട വ്യക്തികളാണ് നാം ഓരോരുത്തരും. ക്രിസ്തു നമ്മിൽ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുന്നതിൽ നമുക്കെതിരെ നിൽക്കുന്ന ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും അതുപോലെ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും നമുക്ക് പടവിട്ട് ജയിക്കണമെങ്കിൽ, ഇസ്രായേൽ ജനത്തിന് അന്ന് എരിഹോ പട്ടണമോ അല്ലെങ്കിൽ ഹായ് പട്ടണമോ പിടിക്കുവാൻ പോയ കുറെ ജനത്തിൻ്റെ ആ ശാരീരിക ബലമോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസമോ അല്ലെങ്കിൽ പ്രത്യാശ മാത്രമോ അല്ല നമുക്ക് വേണ്ടത്. അതിലുപരിയായി കർത്താവ് യേശുക്രിസ്തുവിലെ പൂർണ്ണ വിശ്വാസവും ആ കർത്താവ് യേശുക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളിലെ ഉറപ്പും വചനത്തിൻ്റെ നിശ്ചയവും നമ്മുടെ ഉറച്ച വിശ്വാസവും ഈ പറയുന്ന ഈ സകല ദുഷ്ടാത്മസേനയോടും എതിർത്ത് നിന്നുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു നമുക്ക് നൽകി തന്നിട്ടുള്ള ദൗത്യം നിറവേറ്റുവാൻ, പൂർത്തീകരിപ്പാൻ നാം ഈ ശക്തികളുടെയൊക്കെ പടവെട്ടി ജയിക്കുവാനുള്ള സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഈ നാളുകളിൽ ജീവിക്കേണ്ട ഏറ്റവും വലിയ പടയാളികളാണ് നാം ഓരോരുത്തരും എന്ന് നാം അറിഞ്ഞിരിക്കുക ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയ ദിവനമേ, നാം ശക്തരാകേണ്ടത് ആവശ്യമാണ്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20ാമത്തെ വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ആശ്വാസ വചനമുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അല്ലേ? ഏത് നേതാവിനോ അല്ലെങ്കിൽ ഏത് രാജാവിനെയാണ് ഇങ്ങനെയൊരു വാക്ക് തൻ്റെ ജനങ്ങൾക്ക് നൽകുവാൻ കഴിയുന്നത്? ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജാവോ നേതാവോ ഒരു ഭരണാധികാരിയോ ഇതുപോലൊരു വാഗ്ദത്തം തൻ്റെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് നമ്മോട് പറയുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളായിട്ട് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആ ദൈവത്താൽ നാം ശക്തിപ്പെടേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം നമുക്ക് ഈ നാളുകളിൽ വളരെ ആവശ്യമാണ്. അതാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, അതാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്, നമ്മളെ ധൈര്യമുള്ളതാക്കി തീർക്കുന്നത്. അതാണ് നാം ദൈവവുമായിട്ട് അടുത്ത ഒരു ബന്ധം നമുക്കുണ്ടാവണം. ആ വ്യക്തിപരമായ ബന്ധമാണ് യഥാർത്ഥമായിട്ട് ഞാൻ ആരാകുന്നെന്നും എന്നെ സ്നേഹിക്കുന്ന ദൈവം ആരാകുന്നുവെന്നും ആ ദൈവത്തിൻ്റെ പൈതലായിട്ട് ജീവിക്കുവാൻ ഞാൻ എന്നെ തന്നെ എങ്ങനെ ഒരുക്കണമെന്നുള്ള ഒരു ചിന്ത നമ്മിലേക്ക് കൊണ്ടുവരുന്നത്, നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്, ആ ബലഹീനതകൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത് ഈ ദൈവമായിട്ടുള്ള ഏറ്റവും അടുത്ത വ്യക്തിപരമായ ബന്ധമാണ്. അതുകൊണ്ട് പ്രിയ ദിവനമേ, ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ ഈ അന്ത്യനാളുകളിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിൽ ശക്തിപ്പെടുക, ദൈവ ശക്തിയിൽ നാം വളർന്നു വരിക, നമുക്കെതിരെ നിൽക്കുന്ന സകല സാത്താന്യ ശക്തികളോടും പടവെട്ടി ജയിച്ചുകൊണ്ട് കർത്താവിൻ്റെ ധീര പടയാളിയായിട്ട് പൗലോസ് പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ തക്കവണ്ണം നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു എന്ന് പറയുവാൻ
നമുക്കും കഴിയുവാൻ തക്കവണ്ണം, അങ്ങനെ പറയുവാൻ തക്കവണ്ണം നമുക്ക് ആത്മീയ ജീവിതത്തിൽ ശക്തരാകാം, ബലം പ്രാപിപ്പാം എന്ന് നമുക്ക് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാം. ഈ ആഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം കാണുന്നത് സമൃദ്ധവും വിജയകരവും എന്നാണ്. അപ്പോൾ ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത് ഒരു തൃപ്തികരമായ പൂർത്തീകരണത്തിൻ്റെ അനുഭവത്തെ കൂടി സൂചിപ്പിക്കുന്നതാണ് ഈ സമൃദ്ധവും വിജയകരവും എന്ന് പറയുന്നത്. സകൽ എന്ന് പറയുന്നൊരു എബ്രായ പദത്തിൻ്റെ അർത്ഥം ജ്ഞാനിയാകുക, അല്ലെങ്കിൽ അഭിവൃദ്ധിപ്പെടുക, അല്ലെങ്കിൽ വിജയിക്കുക, അല്ലെങ്കിൽ വേഗമുള്ളവരായിരിക്കുക എന്നൊക്കെയാണ്. യോശുവ 1:8 അത് പറയുന്നുണ്ട്. അപ്പം ഇവിടെ വിജയിക്കുകയോ അല്ലെങ്കിൽ അഭിവൃദ്ധിപ്പെടുകയോ എന്ന് പറഞ്ഞാൽ അതെന്താ നമ്മൾ അർത്ഥമാക്കുന്നത്? വിജയിക്കുക അല്ലെങ്കിൽ അഭിവൃദ്ധിപ്പെടുക എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു വളർച്ചയെക്കുറിച്ചോ, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്നൊരു മാറ്റത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ ഒരു വിജയത്തെ സംബന്ധിച്ചോ മാത്രമല്ല ഇവിടെ അത് ഉദ്ദേശിക്കുന്നത്. നമ്മളിത് മനസ്സിലാക്കുന്നത് ദൈവത്തെ ഭയപ്പെട്ട് തിരുവചനം അനുസരിച്ച് വിവേകത്തോടെ പ്രവർത്തിച്ച് നാം തീർച്ചയായിട്ടും ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ദൈവം നൽകുന്ന ആ ഒരു മാറ്റമാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യതിയാനമാണ് നാം അഭിവൃദ്ധിപ്പെടുക എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ വിജയിക്കുക എന്ന് പറഞ്ഞാലോ. പലപ്പോഴും മനുഷ്യൻ ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോൾ അനേക കാര്യങ്ങൾ വിജയിച്ചു വന്നോ, വിജയിക്കാൻ കഴിയുമെന്നോ, അല്ലെങ്കിൽ വിജയിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കാം. പക്ഷേ ആ വിജയവും ഈ വിജയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വിജയം ഒരു പക്ഷേ കുറച്ചുകാലം കഴിയുമ്പോൾ പരാജയമായിട്ട് അതിനേക്കാൾ 10 മടങ്ങ് ഒരു പരാജയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു വീഴ്ചയിലേക്കോ നമ്മൾ പോയി എന്ന് വരാം. ദൈവം നൽകുന്ന വിജയം എന്ന് പറയുന്നത് അതല്ല. ആ വിജയം എന്ന് പറയുന്നത് ഒരിക്കലും അതിൽ നിന്ന് മറ്റൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു വ്യതിയാനം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരനുഭവം തന്നെയാണ്. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അത് നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. അതിന് ഉദാഹരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിലാക്കുന്നത് ഈ സദൃശവാക്യം, അതുപോലെ സങ്കീർത്തനങ്ങൾ, ഇയ്യോബിൻ്റെ പുസ്തകങ്ങൾ, ഇവിടെയൊക്കെ ഇതിനോട് ചേർന്നുള്ള, അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന ചിന്തകൾ, ആലോചനകൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള സമൃദ്ധിയെ സംബന്ധിച്ചോ, വിജയത്തെ സംബന്ധിച്ചോ, ഭൗതികമായിട്ടുള്ള നമ്മുടെ വളർച്ചയെ സംബന്ധിച്ചോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നാം വിജയമുണ്ടാക്കുന്നതോ, നാം വളർച്ച ഉണ്ടാക്കുന്നതോ, അല്ലെങ്കിൽ നാം കൂടുതൽ സന്തോഷമുള്ളവരായിരിക്കും ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ വചനങ്ങളും പലപ്പോഴും നമ്മൾ വ്യതിചലിച്ചോ, അല്ലെങ്കിൽ മറന്നുപോയോ, അല്ലെങ്കിൽ നമ്മളത് ധിക്കരിച്ചോ ഒക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലം കൂടെ ആയിരിക്കാം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇന്ന് അനേക വിജയങ്ങളും അനേക വളർച്ചകളും അനേക സമൃദ്ധിയും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നതും ഉണ്ടാക്കുന്നതും. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള വിജയവും അത്തരത്തിലുള്ള സമൃദ്ധിയും ഒക്കെ അത് താൽക്കാലികമാണ്, നൈമിഷികമാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതുതന്നെയാണ്. അതുകൊണ്ട് അനേക സമൂഹങ്ങൾ, ജനങ്ങൾ ദൈവത്തിൻ്റെ നിയമത്തെ അനുസരിക്കാതെ മറ്റ് പല കാര്യങ്ങളിലും ആശ്രയിച്ചുകൊണ്ട്, അതിനെ എടുത്തു പറഞ്ഞുകൊണ്ട് നാം അതനുസരിച്ചാൽ മതി എന്ന് പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സമൂഹങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ അത് മാറ്റിവെച്ചിട്ട് അതിന് പകരം മറ്റ് പല കാര്യങ്ങളും നമ്മൾ ആ സ്ഥാനത്ത് നമ്മൾ അല്ലെങ്കിൽ സ്ഥാപിച്ചുകൊണ്ട് നമ്മളത് ശരിയെന്ന് വാദിക്കുമ്പോൾ ഒരു തെറ്റായ രീതി നമ്മളവിടെ തുടരുകയോ അല്ലെങ്കിൽ തുടങ്ങി വെക്കുകയോ ചെയ്യുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേദോസ്തം നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് പഴയ നിയമ എഴുത്തുകാരൊക്കെ ദൈവത്തിൻ്റെ കൽപ്പനയോട് ഉയർന്ന ബഹുമാനം പുലർത്തിയിരുന്ന
അത് ദൈവമക്കളുടേതായ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, സമസ്ത കാര്യങ്ങളും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന അനുഭവം നമ്മൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, നമ്മൾ മറ്റ് ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സങ്കീർത്തനം 10 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം 119, 70, 77, 174, അതുപോലെ റോമർ 7:7, ഗലാത്യർ 3:24, ഇതൊക്കെ ചില വാക്യങ്ങൾ മാത്രം ദൈവത്തിന്റെ നിയമങ്ങളെ അനുസരിക്കേണ്ടത് ആവശ്യകതയും ആ നിയമം അനുസരിക്കുന്നതിലൂടെ നാം എന്താണ് മനസ്സിലാക്കുന്നതെന്നും ആ നിയമം അനുസരിക്കുന്നതിലൂടെ നാം എങ്ങനെയാണ് നമ്മളെ തിരിച്ചറിയുന്നതും എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ചില വാക്യങ്ങളാണ്. അതുകൊണ്ട് പൗലോസോട് പറയുന്നത്, റോമർ 7:7 പറയുന്നത്, ന്യായപ്രമാണത്തെ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പം അത് വേണ്ട, അല്ലാതെ ഞാൻ വിശുദ്ധനായി ജീവിച്ചുകൊള്ളാം എന്ന് പറയുമ്പോൾ പാപം അറിയാതെ, പാപത്തെ മനസ്സിലാക്കാതെ, ന്യായപ്രമാണമില്ലാതെ ഞാൻ എങ്ങനെ വിശുദ്ധനായി ജീവിക്കും? ഇത് വലിയൊരു ചോദ്യമാണ്. അപ്പം അതുകൊണ്ട് പ്രിയ ജനമേ, സമൃദ്ധവും വിജയകരമായ ജീവിതം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട്, ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ ജീവിതത്തിലൂടെ ദൈവം നൽകുന്ന അഭിവൃദ്ധിയും അനുഗ്രഹവുമാണ് സമൃദ്ധവും വിജയകരമായ ജീവിതം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു വിജയകരമായ ജീവിതം, അനുഗ്രഹപ്പെട്ടൊരു ജീവിതം നമുക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ പൂർണ്ണ വിശ്വാസത്തോടും അതുപോലെ പൂർണ്ണ അനുസരണത്തോടും ജീവിക്കുമ്പോൾ തീർച്ചയായും യോശുവയെ പോലെ, ഇസ്രായേൽ ജനത്തെ പോലെ ദൈവം വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഒരുക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട്, നമുക്ക് ആശംസിച്ചുകൊണ്ട് ഈ പാഠം ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയ ദൈവജനമേ, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിന് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് 2025 4-ാമത്തെ ക്വാർട്ടറിൽ 1-ാമത്തെ പാഠം കർത്താവ് ചിന്തിപ്പാൻ തന്ന സമയത്തെ ഒത്ത് സ്തുതിക്കുന്നു. അടങ്ങൾ പഠിച്ച കാര്യങ്ങൾ അടങ്ങൾ കർത്താവെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് അടങ്ങൾ ലോകത്ത് ജീവിക്കുമ്പോൾ അടങ്ങൾ കർത്താവ് ശ്രദ്ധയുള്ളവരും ജാഗ്രതയുള്ളവരും അവിടുത്തെ വചനം അനുസരിക്കുന്ന പ്രമാണിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരും കർത്താവിടങ്ങൾ വേർതിരിക്കപ്പെട്ട ദൈവജനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ അടങ്ങളോട് സഹായിക്കണം. പാഠങ്ങൾ സംബന്ധിച്ച് എല്ലാത്തിൻ്റെ മക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണം, സമാധാനം നിറയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. മാനവത്ത കർത്താവ് നേടണം. എല്ലാ അടികൾക്ക് ആ ജീവനെ തന്ന യേശു നാം ചോദിക്കുമ്പോൾ കൂടെ നല്ല ദൈവമേ, ആമേൻ.